എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ക്ലീക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ക്ലീ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പ്രോപ്പറായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ 2025 ക്ലീ ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ക്ലീ എക്സാം എന്ന് പറയുമ്പോൾ ഭയങ്കര ടഫായിട്ടുള്ള ഒരു എക്സാം ഒന്നും അല്ല. കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോയാൽ നമുക്ക് എളുപ്പം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ക്ലീ. പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അതിനുള്ള കാരണം നെഗറ്റീവ് മാർക്കാണ്. അതിലോട്ടൊക്കെ നമുക്ക് കടക്കാം. അപ്പം നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരാണ്, അല്ലെങ്കിൽ ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഇനി പഠിച്ചാലും കിട്ടും. ക്ലീ എക്സാം 2025 ക്രാക്ക് ചെയ്യാൻ നമുക്ക് പറ്റും. 4 സബ്ജക്ട്സ് ആണുള്ളത്. ഓക്കെ, ജനറൽ ഇംഗ്ലീഷ്, ജനറൽ നോളജ്, അരിത്തമാറ്റിക് ആൻഡ് മെൻറ്റൽ എബിലിറ്റി, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്. ഈ 4 സബ്ജക്ട്സിന് നമുക്കൊരു 3 ഡേയ്സ് വെച്ച് അലോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 12 ഡേയ്സ് കൊണ്ട് നമ്മൾ ഈ 4 സബ്ജക്റ്റ് കവർ ചെയ്യാനായിട്ട് പോവാണ്. ഇനി പഠിക്കുന്ന 3 ദിവസത്തിൽ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. നിങ്ങൾ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിച്ചതിന് ശേഷം മാത്രം മിസ്സെലേനിയസ് ടോപ്പിക്സിലോട്ട് പോവുക. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഞാൻ എന്തായാലും സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് പോവുക, ഏതൊക്കെ പഠിച്ചു, ഏതൊക്കെ ഇനി പഠിക്കാനുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ടോപ്പിക്സ് ഉറപ്പായിട്ടും പഠിച്ചിട്ട് നിങ്ങൾ ക്ലീക്ക് വേണ്ടിയിട്ട് പോകാൻ പാടുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ മോക്ക് ടെസ്റ്റാണ്. മോക്ക് ടെസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നതിൽ വലിയൊരു പങ്കുള്ളത് മോക്ക് ടെസ്റ്റാണ്. അതായത് നിങ്ങൾ എഴുതാൻ പോകുന്ന എൻട്രൻസിൻ്റെ ഒരു മോഡലാണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എൻട്രൻസിനോടൊരു പരിചയം തോന്നും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള ഏരിയ, ഏതാണ് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ, ഇനി എവിടെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ദിവസം കുറഞ്ഞത് മിനിമം ഒരു 2 മോക്ക് ടെസ്റ്റ് എങ്കിലും നിങ്ങൾ എടുക്കാനേ ഞാൻ പറയും. മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട് ആ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് ഇരുന്ന് വർക്കൗട്ട് ചെയ്യുക, പഠിക്കുക. അതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വേറെ എന്ത് മറന്നാലും ഈ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെയാണ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യം. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മാക്സിമം കളക്ട് ചെയ്യുക, അത് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അതിലുള്ള ക്വസ്റ്റ്യൻസ് അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് പിന്നീടും ചോദിക്കാറുള്ളത്. ഓക്കെ, അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, ആ ഏരിയ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ആദ്യം നമുക്ക് ജനറൽ ഇംഗ്ലീഷ് എങ്ങനെയാണ് പഠിക്കേണ്ടത് നോക്കാം. 36 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കുന്നത്. ഇനി ജനറൽ ഇംഗ്ലീഷിനെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, വൊക്കാബുലറിയും ഗ്രാമറും. ഈ വൊക്കാബുലറി നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് എളുപ്പമാണ്. എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് വൊക്കാബുലറി വെൻ കമ്പയർ ടു ഗ്രാമർ. ഗ്രാമറാണ് പൊതുവെ എല്ലാവർക്കും കുറച്ച് പേടിയായിട്ട് തോന്നുന്നത്. പക്ഷേ വൊക്കാബുലറി പൊതുവെ സിമ്പിളാണ്. എന്നാൽ കൂടുതൽ പേരും തെറ്റിക്കാറുള്ളതും ഇതേ വൊക്കാബുലറിയാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ടോപ്പിക്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ വൊക്കാബുലറിയിൽ കവർ ചെയ്യേണ്ടത്. ഇതിനകത്ത് സിനോണിംസ് ആൻഡ് ആൻറ്റണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതുപോലെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ടും മോക്ക് ടെസ്റ്റ് എടുത്തിട്ടൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഏതൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, അതൊക്കെ പഠിക്കുക. അതിന് പുറമേ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവമാണ്. ബിക്കോസ് ഞങ്ങൾ എഴുതിയ എൻട്രൻസ് 2022 19 റീഡിംഗ് കോംപ്രഹെൻഷനായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ അത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റീഡിംഗ് കോംപ്രഹെൻഷൻ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. അതിനുവേണ്ടി നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുക്കണം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എത്രത്തോളം സമയം നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വേണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു ടിപ്പെന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ റീഡിംഗ് കോംപ്രഹെൻഷൻ്റെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ വായിച്ചു കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും ഏതാണ് ഈ ഒരു ആൻസർ ആയിട്ട് വരുന്നതെന്ന്. അങ്ങനെ നമ്മൾ ഓപ്ഷൻസ് പോയി നോക്കുമ്പോൾ അതിനകത്ത് ഈ ആൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് സമയം ഈ ക്വസ്റ്റ്യൻ വായിച്ച് പിന്നെ ആൻസർ എവിടെയാണെന്ന് കംപ്ലീറ്റ് പാസേജ് വായിക്കാതെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം പോകും. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പാസേജ് വായിച്ച് അങ്ങനെ ചെയ്യാനായിട്ട് നോക്കാം. ഇനി ഗ്രാമർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. സെൽഫായിട്ട് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഗ്രാമറിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ടായിരുന്നത് ജാഫേഴ്സ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിയുടെ ക്ലാസ് ആയിരുന്നു. അത് അടിപൊളിയാണ്. അതിനകത്ത് ഒരുപാട് ഈ പറയുന്ന പ്രപ്പോസിഷൻസ്, ആർട്ടിക്കിൾസ് റിലേറ്റഡ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക ടൈം ഉണ്ടെങ്കിൽ. ഇനി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസും ആൻറ്റണിംസും സിനോണിംസും ഒക്കെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് ക്വിസ് എടുക്കാൻ പറ്റും. ഈ കാണുന്ന സൈറ്റിൽ ഏതെങ്കിലും ഒന്ന് കയറിയിട്ട് നിങ്ങൾ അവിടെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആ ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്യുക. ഇനി ഇൻ കേസ് നിങ്ങളുടെ ആൻസർ തെറ്റായി പോയാൽ അതിനകത്ത് കറക്റ്റ് ആൻസറും ഷോ ചെയ്യും. അപ്പോൾ അതുവഴി നമുക്ക് ഒരുപാട് ആൻറ്റണിംസും സിനോണിംസും കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പറ്റും. ഇത്രയും ടോപ്പിക്സും നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷമാണ് ഇതിന് പുറമേയുള്ള ടോപ്പിക്സ് പഠിക്കാനായിട്ട് പാടുള്ളൂ. ഇനി നമുക്ക് അരിത്തമാറ്റിക് ആൻഡ് മെൻറ്റൽ എബിലിറ്റി നോക്കാം. 15 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് പേര് സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ളതും ഈ ഒരു പോർഷനാണ്. ബിക്കോസ് ഇതിനകത്ത് മാത്സ് ഉണ്ട്. ഈ സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം, പെർസെൻറ്റേജ്, റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസ് എന്നൊക്കെ പറയുമ്പോഴേ കുറേ പേര് അലർജിയാണ്. എനിക്കും അതുപോലെ അലർജി ആയിരുന്നു.
പക്ഷേ ഈ ഒരു ഏരിയ അങ്ങനെ അങ്ങ് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് 15 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതേ പാറ്റേണിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് എക്സാമിന് നമ്പേഴ്സിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ, സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആ സെയിം ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ ടൈമിൽ അവിടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി മെൻ്റൽ എബിലിറ്റിയുടെ കാര്യം പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി മാത്സിനേക്കാളും സിമ്പിളാണ് ഈ മെൻ്റൽ എബിലിറ്റി എന്ന് പറയുമ്പോൾ. ഈ സീരീസ് ആയിക്കോട്ടെ, കോഡിങ് ആൻഡ് ഡീകോഡിങ് ആയിക്കോട്ടെ, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. കുറച്ചധികം ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും അത് ഭയങ്കര സിമ്പിളാണ്. അത്ര ഭയങ്കരമായിട്ട് ടഫ് കുത്തിരുന്ന് തല പുകഞ്ഞ് ആലോചിക്കാൻ മാത്രമുള്ളതൊന്നുമില്ല മെൻ്റൽ എബിലിറ്റി എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഈ പറയുന്ന പോലെ ഓൺലൈൻ സൈറ്റ്സ് ഇതിനും അവൈലബിൾ ആണ്. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് അങ്ങനെ ആൻസറിലോട്ട് എത്തണം എന്ന് ഈ എൻട്രൻസിൽ ഒരു നിർബന്ധമില്ല. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ആൻസർ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് ചില ട്രിക്സൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് അധികം കാൽക്കുലേഷൻസ് ഇല്ലാതെ നമുക്ക് ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ട ഒരു യൂട്യൂബ് ചാനലുണ്ട്, ട്രിക് ടേൺ എന്നാണ് ആ ചാനലിൻ്റെ പേര്. ആ ചാനലിൽ വളരെ സിമ്പിളായിട്ട് ഇതുപോലുള്ള ട്രിക്സ് ഉപയോഗിച്ച് എങ്ങനെ പെട്ടെന്ന് ആൻസർ കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഈ പറയുന്ന സ്പീഡ്, ടൈം, ഡിസ്റ്റൻസിലായിക്കോട്ടെ, ബ്ലഡ് റിലേഷനിലായിക്കോട്ടെ, ക്ലോക്സ്, ടൈം ആൻഡ് വർക്ക്, എല്ലാത്തിലും അവർക്ക് ട്രിക്സ് ഉണ്ട്. അപ്പോൾ ആ ചാനലൊന്ന് നിങ്ങൾ പോയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്യാതെ നമുക്ക് മാത്സ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നല്ല വൃത്തിക്ക് പഠിക്കുക, അതുപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഏരിയയിലായിട്ട് നമുക്ക് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് GK എങ്ങനെ പഠിക്കാൻ നോക്കാം. 27 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നത്. GK എന്ന് പറയുമ്പോഴേ നമുക്കറിയാം വാസ്റ്റ് ആൻഡ് വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. എത്ര പഠിച്ചാലും നമ്മൾ പഠിച്ചു എന്ന് നമുക്ക് തോന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നം GKക്ക് ഉണ്ട്. അപ്പോൾ GK എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാമെന്ന് ചോദിച്ചാൽ എളുപ്പത്തിൽ പഠിക്കാനായിട്ട് പറ്റില്ല. റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പഠിച്ച കാര്യങ്ങൾ പിന്നെയും റിവൈസ് ചെയ്താൽ മാത്രമേ GK നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുക, എന്നിട്ട് അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഓരോ പുതിയ ടോപ്പിക്സിലോട്ട് പോകുമ്പോഴും പഴയ ടോപ്പിക്സ് ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പോഴേ നമുക്കത് ഓർമ്മയിലുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി GK ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ വേറൊരു ട്രിക്ക് എന്ന് പറയുന്നത് കണക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിട്ടോ പഠിക്കുക. ഓക്കെ, ഇപ്പം എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ്. അങ്ങനെയാണ് ഞാൻ എപ്പോഴും വേൾഡ് പോപ്പുലേഷൻ ഡേനെ ഓർക്കാറുള്ളത്, ജൂലൈ 11. ഇതുപോലെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വല്ല സ്റ്റോറീസോ കണക്ട് ചെയ്യാൻ പറ്റുന്ന വല്ല കാര്യങ്ങളോ വെച്ച് ലിങ്ക് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. അവസാനം നിങ്ങൾ ഭയങ്കര കട്ടിയുള്ള സ്റ്റോറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ സ്റ്റോറി അവസാനം ഓർമ്മയില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടാക്കരുത്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് കറണ്ട് അഫെയർസ് നോക്കാം. ഇത്രയും ടോപ്പിക്സാണ് നിങ്ങൾ കറണ്ട് അഫെയർസിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ ബേസിക്കലി കണ്ടുകൊണ്ടിരുന്നത് പർച്ചം ക്ലാസ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ഒരു ക്ലാസ് ഉണ്ട്. അവരുടെ കറണ്ട് അഫെയർസാണ് ഞാൻ ഫോളോ ചെയ്തിരുന്നത്. അവർക്ക് ഡെയിലി ഉണ്ട്, വീക്ക്ലി ഉണ്ട്, മന്ത്ലി ഉണ്ട്, ഇയർലി ഉണ്ട്. അത് അടിപൊളി ക്ലാസ്സാണ്. ഈ പറയുന്ന കാറ്റഗറീസിലായിട്ടാണ് അവർ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഇത്രയും ടോപ്പിക്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അല്ലാതെ കറണ്ട് അഫെയർസ് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം കൂടെ പഠിക്കാൻ നിന്നാൽ ഈ ലാസ്റ്റ് മിനിറ്റിൽ നിന്നാൽ അതൊട്ടും പോസിബിൾ അല്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ ഒരു ഏരിയാസിൽ ലേറ്റസ്റ്റ് മന്ത്സിലായിട്ട് നടന്നിട്ടുള്ള കറണ്ട് അഫെയർസ് മാത്രം നോക്കി പഠിക്കുക. ഇനി നമുക്ക് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെയാണ് പഠിക്കേണ്ടത് നോക്കാം. 42 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നത്. ഓഫ് കോഴ്സ് ദിസ് ഇസ് എ ലോ എൻട്രൻസ്. അപ്പോൾ ലോ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കേണ്ടത്. ഈ പറയുന്ന ടോപ്പിക്സ് ആണ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കേണ്ട ടോപ്പിക്സ്. ഓക്കെ, ഇതിനകത്തുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, DPSP, ഇതിൽ നിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. ഇതിന് പുറമേ നിന്ന് ചോദിക്കുന്നത് വളരെ കുറവാണ്. ടോർട്ട്, കോൺട്രാക്റ്റ്, BNS തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ കൂടുതൽ ഡെപ്തിലോട്ട് പോയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇതുമായി റിലേറ്റഡ് ആയിട്ട് പഠിച്ചാൽ മതിയാവും. അതുപോലെ തന്നെ ബാക്കി ടോപ്പിക്സ് പഠിക്കുമ്പോൾ മെയിൻ പോയിൻറ്റ്സ് മാത്രം സ്ട്രെസ് ചെയ്ത് പഠിക്കുക. അല്ലാതെ നമ്മൾ എസ്സേക്ക് വേണ്ടിയിട്ടല്ല പഠിക്കുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. കുറേ കാര്യങ്ങളിരുന്ന് വായിച്ച് അങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. മെയിൻ പോയിൻറ്റ്സ് മാത്രം പഠിച്ചാലും മതിയാവും. പൊതുവെ ഈ ഏരിയയിൽ നിന്ന് കുറച്ച് ടഫായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ ഈ ലീഗൽ റീസണിങ്ങിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പ്രിൻസിപ്പൽ ഫാക്ട് ക്വസ്റ്റ്യൻ എന്ന് പറയും. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എളുപ്പമാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മോക്ക് ടെസ്റ്റ് എടുക്കുക. അതുപോലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ആൻസർ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് സെയിം മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ സിമിലർ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ചോദിക്കുക, പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുക. അപ്പോൾ ആൻസറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുക. ഈ ഒരു ഏരിയയിൽ നിന്ന് നെഗറ്റീവ് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമ്മളിത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ഓക്കെ ഇതാണ് കറക്റ്റ് എന്ന് തോന്നി നമ്മൾ ചെയ്യും. പക്ഷെ അതായിരിക്കില്ല ആൻസർ. 2025 ക്ലീ എക്സാം എഴുതാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നവരാണ്. പക്ഷേ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾ കോച്ചിങ്ങിനൊന്നും പോകുന്നില്ല. അങ്ങനെയുള്ളവരാണ് ഞാൻ
എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിലെ SFIയുടെ കീഴിൽ മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പോസ്റ്റർ ഞാനിവിടെ കൊടുക്കാം. അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്ലീറ്റ് 2025 ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നല്ല ഗവൺമെൻറ് ലോ കോളേജിൽ അഡ്മിഷൻ എടുക്കാനായിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച പോലെ നല്ലൊരു ഗവൺമെൻറ് ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് കൂടുതൽ വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും. അതുവരെയും ബൈ.